പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ശത്രുക്കളില്ലാത്തവർ ആരുമില്ല. ഈ ഭൂമിയിൽ ഒരു സസ്യം മുളച്ചു വളർന്നാൽ അതിനെ നശിപ്പിക്കുന്ന വിവിധമാകുന്ന പ്രാണികളുണ്ട്, മൃഗങ്ങളുണ്ട്, അല്ലേ? ഏതൊരു വിധമാകുന്ന സസ്യമൃഗാദികൾക്കും അവർക്കെതിരായി ശത്രുക്കളുണ്ട്. സ്വാഭാവികമായി ഓരോരുത്തർക്കും ഉണ്ടാകുന്നതായ പ്രത്യക്ഷപ്പെടുന്ന ശത്രുക്കൾ അല്ല, സ്വന്തം കൈമോശം കൊണ്ട്, മനോഭാവം കൊണ്ട്, സമീപനം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ശത്രുക്കൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ശത്രുക്കളായി ആർക്കെങ്കിലും തോന്നാൻ ഇട കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ഒരു വിരോധിയായി കാണുവാനിടയായി തീർന്നിട്ടുണ്ടോ? സ്തോത്രം. അതെ, നമ്മൾ പല സംഭവങ്ങളും കാര്യങ്ങളും കാണുന്നവരാണ്. രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പരസ്പരമുള്ളതായ ചേരിപ്പോര്, അതിനകത്തെ കാരണമെന്താ? അതിനകത്ത് അവിടെ ശത്രുക്കളായി കഴിഞ്ഞു. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ തമ്മിലുള്ള ശിഥിലീകരണത്തിനകത്ത് അതിനകത്ത് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് അവരെ പരസ്പരം ശത്രുക്കളാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭകളിൽ ഉണ്ടാകാവുന്ന അഭിപ്രായ ഭിന്നത ഏതോ അതിൽ നിന്നും പരസ്പരം കണ്ടുകൂടായ്മ ഉണ്ടായി, കയ്പുണ്ടായി, ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. സ്തോത്രം. നമ്മൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ സമീപമുള്ള ഏതെങ്കിലും വീടുകളിൽ നിന്ന് നമുക്ക് എതിരെ ഉണ്ടാകാവുന്ന പ്രയാസ ബുദ്ധിമുട്ടുകൾ, അതും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളവരെ ശത്രുക്കളായിട്ടാണ് പലപ്പോഴും കാണുവാൻ ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചവർക്ക് ആർക്കും വിരോധികൾ ഇല്ലാതിരുന്നിട്ടില്ല, എതിരാളികൾ ഇല്ലാതിരുന്നിട്ടില്ല. പ്രതിയോഗികൾ മിക്ക ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44 മുതൽ വാക്യം പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നത്രേ. എന്തുകൊണ്ട്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്തു വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? എന്നിട്ട് കർത്താവ് അവസാനം പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ സ്വർഗപിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. സൽഗുണപൂർണരാകുക എന്ന് പറയുന്നത് ശത്രുക്കളോടുള്ള നമ്മുടെ മനോഭാവം, കാഴ്ചപ്പാട് എന്നിവ ക്രിസ്തുയേശുവിലുള്ള മനോഭാവത്തിൽ നിന്ന് ആകുന്നതിലൂടെ അത്രേ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദിമ നൂറ്റാണ്ടിലെ കാലയളവിലേക്ക് നോക്കുമ്പോഴും ഇന്നത്തെ ആത്മമണ്ഡലത്തിലെ കാലയളവിൻ്റെ അവസ്ഥയെ നോക്കുമ്പോഴും എന്തുമാത്രം വ്യത്യാസങ്ങളാണ് ഇത് കാണാൻ കഴിയുന്നത്.
അന്നത്തെ ആളുകൾ ശത്രുക്കളോട് കോട്ടിയ മനോഭാവം, അവർ സുവിശേഷത്തിന്റെ പ്രാധാന്യം കൊടുത്ത്, അവരുടെ സാക്ഷ്യം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാധാന്യം കൊടുത്ത്, അവർ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണെന്ന് പ്രാധാന്യം കൊടുത്ത് അവിടെ എന്ത് ചെയ്തു? സഹിഷ്ണുതയുള്ളവരായി, സംയമനമുള്ളവരായി, വിവേകമുള്ളവരായി, അതിൽ ഓരോന്നിനെയും, ഓരോ ശത്രുക്കളെയും വിരോധങ്ങളെയും അഭിഹരിപ്പാനിടയായി തീർന്നു. സ്തോത്രം. കഷ്ടങ്ങളും നഷ്ടങ്ങളും അപമാനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും എന്തെല്ലാം സഹിച്ചു. ഇന്നുമാത്രം പേര് സുവിശേഷ നിമിത്തം, സത്യത്തിലേക്ക് കടന്നു വന്ന നിമിത്തം മരണത്തെ ആസ്വദിപ്പാനിടയായി, രക്തസാക്ഷികളായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. നമ്മളെ കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞത്, കർത്താവിന്റെ വചനം പറയുന്നത് എല്ലാവരോടും സമാധാനം ആദരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ സാധിക്കും. കർത്താവിന് ശത്രുക്കളുള്ള മനോഭാവം എന്തായിരുന്നു? കർത്താവിന്റെ വചനമാണ് നമ്മൾ പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നിടത്തെല്ലാം അവനെ കുറ്റം കണ്ടുപിടിക്കാൻ, അവരുടെ ബലഹീനത കണ്ടുപിടിച്ച്, വല്ല ബലഹീനതയുണ്ടോ എന്ന് അത് കണ്ടുപിടിക്കാൻ, എന്തെങ്കിലും തകരാറുണ്ടോ എന്നറിയാൻ അത് കണ്ടുപിടിക്കാൻ പുറകെ എന്ത് ചെയ്തു? ശത്രുക്കൾ കടന്നു വന്നു. സദൂക്യരെ കുടുക്കുയോദ്യങ്ങളാൽ വന്നു. അങ്ങനെ എന്തെല്ലാം വിമർശനങ്ങളും പ്രതികൂലങ്ങളും കർത്താവിന് നേരെ ഉയർത്തിനേറ്റു. അവിടെയെല്ലാം താൻ ശാന്തതയോടും സൗമ്യയോടും സമയത്തോടും കൂടെ അഭിഹരിപ്പാനിടയായി തീർന്നു. സ്തോത്രം. നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, തൻ്റെ ഒറ്റിക്കൊടുത്ത യൂദാസിനോടുള്ള തൻ്റെ അവൻ തന്നോടുകൂടി ആയിരിക്കുന്ന അവസാന സമയം വരെയുള്ള മനോഭാവം നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ യൂദാസിനെ ആരാണെന്ന് ശിഷ്യന്മാരുടെ മധ്യേ വെളിപ്പെടുത്തുവാൻ യേശു മറന്നില്ല. നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞവരെ പറഞ്ഞു വിട്ടു. സ്തോത്രം. തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് നീ യേശു ശത്രുവായി കണ്ടില്ല. തൻ്റെതായ ഉയർപ്പിന് ശേഷം അവനെ തേടി അവൻ്റെ അരികിൽ ചെന്ന് അവനോട് സ്നേഹത്തിൻ്റെതായ ഭാഷയിൽ അവനെ മടക്കിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തന്നെ മരക്കുരിശിന്മേൽ തറയ്ക്കുമ്പോൾ തന്നെ തറയ്ക്കുന്നവരോടുള്ള മനോഭാവം തൻ്റെ യഥാർത്ഥമായ ദിവ്യത്തോടെ വെളിപ്പെടുത്തുകയാണെങ്കിൽ അവർക്കാർക്കും കർത്താവിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ തന്നെക്കുറിച്ച് പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾ നിവൃത്തീകരിക്കപ്പെടുവാൻ യേശു തന്നെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും സമാധാനം ആദരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ വചനം പറയുന്നു. പക്ഷേ തനിക്കെതിരെ ശത്രുക്കളെ ഇഷ്ടാനുസരണത്തിന് താൻ മുതിർന്നില്ല. അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തായിരുന്നെങ്കിൽ തനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. രോഗികളെ സൗഖ്യമാകാൻ കഴിയുകയില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അവരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ഇതൊന്നും പറ്റില്ല. സ്തോത്രം. എന്നാൽ തന്നെ അയച്ചവന്റെ ഇഷ്ടം തികയ്ക്കുന്നതിൻ്റെ ആഹാരം എന്നുള്ള തൻ്റെ വെളിപ്പാട്, തന്നെ അയച്ചവനെക്കുറിച്ചും തന്നെ അയച്ചതിനെക്കുറിച്ചുള്ള ഉദ്ദേശത്തെക്കുറിച്ചുമുള്ള വെളിപ്പാട്, തന്നെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം മുൻപോട്ട് പോകുവാൻ എന്നെ ശക്തിപ്പെടുത്തി. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ നമ്മുടെ ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ പരസ്പരമുള്ള മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്താണ്?
കർത്താവിന്റെ ദാസന്മാർക്കിടയിലുള്ള അന്യോന്യമുള്ള കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും എന്താ? പരസ്പരമുള്ള കയ്പുണ്ടാകാൻ കാര്യം, വിരോധമുണ്ടാകാൻ കാര്യം, പരസ്പരം അകന്നു നിൽക്കാൻ കാര്യം, അകറ്റി നിർത്താനുള്ള കാര്യം, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ശത്രുത്വമുണ്ട്. ശത്രുവുണ്ട്. പരസ്പരം ആയിത്തീരത്തുള്ള ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയെ തിരിച്ചറിഞ്ഞ ആ ശക്തിയുടെ മേൽ ജയമെടുക്കുവാൻ നമുക്ക് കഴിയണം. ആ ശത്രു ശക്തിയോട് പ്രാർത്ഥിച്ച് ആത്മാവിൽ പോരാടി ജയിക്കണം. എങ്കിൽ മാത്രം ഈ കാലയളവിൽ സഭയും അതിൻ്റെതായ ആത്മവളർച്ചയും അതിൻ്റെ ഉണർവും ശക്തിപ്പെടുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും സഭയിൽ കൂടെ എമ്പാടും നിറവേറുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ വചനങ്ങളെ കർത്താവേ അനുഗ്രഹിക്കട്ടെ.